ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ ഗാർഡൻ സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിടിച്ചു നടാൻ പോകുന്ന ചെടി എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട ലിഫ്റ്റി പ്ലാന്റ് ആണ് കേട്ടോ. അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റിന് പേര് വന്നത് തന്നെ ഈ ഒരു ഇലയുടെ അറ്റത്ത് നമ്മുടെ സാധാരണ ലിഫ്റ്റിക്ക് ഇട്ടതുപോലെ ചുമന്ന ഒരു വരയുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തായാലും എനിക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ പേരങ്ങ് ഇഷ്ടപ്പെട്ടു, ലിഫ്റ്റിക് പ്ലാന്റ്. അപ്പോൾ എൻ്റെ പക്കൽ ഇതിൻ്റെ 2 ചട്ടിയിലാണ് കേട്ടോ ഞാൻ നട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് ഒരു 2-3 ചട്ടികളിലൂടെ ആക്കി വെക്കുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ തന്നെ എൻ്റെ 2 ചട്ടിയിലിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഒരു 2 ചട്ടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചട്ടി കുറവായതുകൊണ്ട് ഞാൻ 2 ചട്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടി ഇത് നടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ഒരു ചെടി ഞാൻ ഫുള്ളും വെട്ടിക്കളയുന്നില്ല. ഇതിന് നല്ല മുറ്റിയ കമ്പുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് നട്ട മുറ്റിയ കമ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ നട്ടിട്ട് ഏതാണ്ട് ഇപ്പോൾ 2 വർഷത്തോളം ആവും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് മുറ്റിയ കമ്പെടുത്തിട്ട് മാറ്റി നടാം. പക്ഷേ ഇത് നമ്മളിപ്പോൾ വേരോടുകൂടി നടണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഒരു കമ്പായാലും മതി കേട്ടോ, പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും. വീട്ടിൻ്റെ മുറ്റത്തൊക്കെ തണലൊക്കെ ഉള്ളവർക്ക് നടാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈ ഒരു ലിഫ്റ്റി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ലിഫ്റ്റി പ്ലാന്റ് മാത്രമല്ല, അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട എല്ലാ ചെടികളും നമുക്ക് തണലത്ത് വെച്ച് വളർത്താൻ പറ്റിയ ചെടികളാണ്. അപ്പോൾ വെയിലത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കളറൊക്കെ മാറി ഇലയൊക്കെ കരിഞ്ഞു പോകുന്നതായിട്ടൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നടാനായിട്ട് ഒരു മണ്ണും അതുപോലെ തന്നെയാണ് ചാണാനും കൂടി മിക്സ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ചാണകത്തിൽ മൊത്തം നമ്മുടെ ഇരകളാണ്. പക്ഷേ ഇരകൾ നന്നായിട്ട് വളക്കൂറ് ഉണ്ടാവുമെന്നൊക്കെയാണ് പറയാറ്. എന്തായാലും ഞാൻ അതിനെയൊന്നും എടുത്ത് കളയാൻ നിന്നിട്ടില്ല. എൻ്റെ പക്കൽ അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട ഒരു 4-5 ഇനമുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒരു 4-5 ചട്ടികളിലാക്കി വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം അതൊക്കെ ഒരുപാട് ചട്ടികളിലാക്കി വെച്ച് അതൊക്കെ പിടിച്ചു വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ ചെടികൾ തോനെയുള്ളതായിട്ട് തോന്നുക. ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിക്ക് മാത്രമേ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ചെടികളും പിരിച്ച് ഇതുപോലെ ഒരു 4-5 ചട്ടിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട് നിറച്ചും ചെടിയാവുമല്ലോ. അപ്പോൾ വീട് നിറച്ചും ചെടിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അപ്പോൾ ഇനി കുറേ അഗ്ലോണിമ ചെടികളൊക്കെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വാങ്ങണം. മുമ്പൊക്കെ ഞാൻ പൂ പിടിക്കുന്ന ചെടികൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതും വേറെ ഇഷ്ടത്തോടെ വളർത്തിയിരുന്നതും. പക്ഷേ ആ ചെടികൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിക്ക് കെയറിങ് കൊടുക്കണം. അതുപോലെ തന്നെയാണ് പൂവിൻ്റെ കാലം കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് നശിച്ചു പോകും. എന്തൊക്കെ പറഞ്ഞാലും പൂക്കൾ പിടിക്കുന്ന ചെടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 4 ചട്ടികളിലായിട്ട് ലിഫ്റ്റിക് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ചെടികളും ഇതുപോലെ ഒരു 3-4 ചട്ടികളിലാക്കി വെക്കണം. അപ്പോൾ ആണ് അതിൻ്റെ ഒരു ഭംഗി അറിയുക. അപ്പോൾ ഇനിയും കുറേ ചട്ടികളൊക്കെ മേടിക്കണം. അപ്പോൾ ഇത് ഞാൻ 4 ചട്ടികളിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴയതിൽ നിന്നും ഞാൻ മുറ്റിയ കമ്പുകളാണ് ഇതിനകത്തോട്ട് എടുത്ത് നട്ടത്. ഇത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടിക്കോളും. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.